കേരള രാഷ്ട്രീയത്തിൽ 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. LDFിന്റെ തുടർഭരണ മോഹങ്ങളെയും രാഷ്ട്രീയ തന്ത്രങ്ങളെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് 100-ലധികം സീറ്റുകളുടെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെയാണ് UDF ഉജ്ജ്വല വിജയം നേടിയത്. എന്നാൽ ഈ വിജയത്തിന്റെ ആവേശം അടങ്ങും മുൻപേ കേരളം ഉറ്റുനോക്കുന്നത് ഒരേ ഒരു കാര്യത്തിലേക്കാണ്: ആരായിരിക്കും കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി? കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമുള്ള കാര്യമല്ല. VD സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ എന്നീ 3 പ്രമുഖ നേതാക്കളുടെ പേരുകൾ ചർച്ചകളിൽ സജീവമാണ്. ഓരോ നേതാവിനും തനതായ കരുത്തും വെല്ലുവിളികളുമുണ്ട്. ഒപ്പം ശശി തരൂരിനെ പോലുള്ളവരുടെ നിലപാടുകളും യുവ MLA-മാരുടെ ആഗ്രഹങ്ങളും ഈ തീരുമാനത്തിൽ നിർണായകമാകും. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള ഉജ്ജ്വലമായ പ്രവർത്തനമാണ് VD സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള പ്രഥമ പരിഗണനയിൽ എത്തിക്കുന്നത്. 2021 കനത്ത പരാജയത്തിന് ശേഷം ചിന്നിച്ചിതറിപ്പോയ കോൺഗ്രസ് പ്രവർത്തകരെയും അനുഭാവികളെയും ഒരുമിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. നിയമസഭയിൽ പിണറായി വിജയൻ എന്ന കരുത്തനായ മുഖ്യമന്ത്രിയെ വസ്തുതകൾ നിരത്തി നേരിടുന്നതിൽ സതീശൻ വിജയിച്ചു. സർക്കാരിന്റെ ഓരോ വീഴ്ചയും ജനങ്ങളിൽ എത്തിക്കുന്നതിൽ അദ്ദേഹം കാണിച്ച മിടുക്ക് യുവതലമുറയ്ക്കിടയിൽ അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത നൽകി. ഘടകകക്ഷികളായ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർക്ക് സതീശന്റെ പ്രവർത്തന ശൈലിയോട് വലിയ യോജിപ്പാണുള്ളത്. 100 സീറ്റുകൾ എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് മുന്നണിയെ നയിച്ചതിലെ പ്രധാന പങ്ക് അദ്ദേഹത്തിനാണ്. സമുദായ സംഘടനകളോട്, പ്രത്യേകിച്ച് NSS ഉൾപ്പെടെയുള്ള സംഘടനകളോട് അദ്ദേഹം പുലർത്തുന്ന വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് ഒരു വിഭാഗം നേതാക്കൾക്ക് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഒരു ഭരണാധികാരി എന്ന നിലയിൽ എല്ലാവരെയും ഒപ്പം കൊണ്ടുപോകാനുള്ള മെയ്വഴക്കം സതീശൻ ഉണ്ടോ എന്ന ചോദ്യം എതിരാളികൾ ഉയർത്തുന്നുമുണ്ട്. കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ അധികായനായ രമേശ് ചെന്നിത്തലയെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ചർച്ച കേരളത്തിൽ അസാധ്യമാണ്. KPCC അധ്യക്ഷനായും ആഭ്യന്തര മന്ത്രിയായും പ്രവർത്തിച്ച അദ്ദേഹത്തിന്റെ ഭരണപരിചയം പാർട്ടിക്ക് വലിയ മുതൽക്കൂട്ടാണ്. ഗ്രൂപ്പ് സമവാക്യങ്ങൾക്കും അപ്പുറം സംസ്ഥാനത്തുടനീളമുള്ള സാധാരണ പ്രവർത്തകർക്കിടയിൽ ചെന്നിത്തലയ്ക്ക് വലിയ സ്വാധീനമുണ്ട്. 2021 തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന അഴിമതി ആരോപണങ്ങൾ ശരിയായിരുന്നുവെന്ന് കാലം തെളിയിച്ചു. തനിക്ക് ലഭിക്കേണ്ടിയിരുന്ന അംഗീകാരങ്ങൾ പലപ്പോഴും വൈകിയെന്ന വികാരം അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർക്കിടയിലുണ്ട്. പക്വതയുള്ള ഒരു ഭരണാധികാരി എന്ന നിലയിൽ ഘടകകക്ഷികൾക്കും അദ്ദേഹത്തെ സ്വീകാര്യമാണ്. കോൺഗ്രസിൽ നിലനിൽക്കുന്ന തലമുറ മാറ്റം എന്ന വാദമാണ് ചെന്നിത്തലയ്ക്ക് പ്രധാന തടസ്സം. പുതിയ മുഖങ്ങൾ ഭരണ നേതൃത്വത്തിലേക്ക് വരണമെന്ന യുവ MLA-മാരുടെ നിലപാട് അദ്ദേഹത്തിന് വെല്ലുവിളിയാകും. ACC ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനായ KC വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരുന്നുവെന്ന വാർത്തകൾക്ക് ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഹൈക്കമാൻഡിന്റെ നേരിട്ടുള്ള പിന്തുണയാണ് KCയുടെ ഏറ്റവും വലിയ കരുത്ത്. കേരളത്തിലെ ഗ്രൂപ്പ് പോരുകൾ അവസാനിപ്പിക്കാൻ ഡൽഹിയിൽ നിന്ന് ഒരാൾ വരുന്നത് നല്ലതാണെന്ന് കരുതുന്ന ഒരു വിഭാഗം പാർട്ടിയിലുമുണ്ട്. ദേശീയ തലത്തിൽ പാർട്ടിയെ നയിക്കുന്നതിലുള്ള അദ്ദേഹത്തിന്റെ പരിചയം കേരളത്തിന്റെ വികസനത്തിന് ഉപകരിക്കുമെന്നും ഇവർ വാദിക്കുന്നു. നിലവിൽ ലോക്സഭ MP ആയിരുന്ന അദ്ദേഹം സംസ്ഥാനത്തേക്ക് വരുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം. കൂടാതെ കേരള രാഷ്ട്രീയത്തിൽ നിന്നും കുറെ കാലം വിട്ടുനിന്നത് പ്രവർത്തനങ്ങളെ ബാധിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഇത്തവണത്തെ മുഖ്യമന്ത്രി തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് ശശി തരൂരിന്റെ നിലപാടാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നേരിട്ട് മത്സരിച്ചില്ലെങ്കിലും ആര് വരണമെന്ന് നിശ്ചയിക്കുന്നതിൽ തരൂർ ഒരു കിങ് മേക്കറായി മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന യുവ MLA-മാരും ജനവിഭാഗങ്ങളും വലിയൊരു വോട്ട് ബാങ്കായി മാറിയിട്ടുമുണ്ട്. തരൂർ ആരെ പിന്തുണയ്ക്കുന്നുവോ ആ വ്യക്തിക്ക് ഹൈക്കമാൻഡിന്റെ പരിഗണനയിൽ മുൻതൂക്കം ലഭിക്കും. കേരളത്തിലെ വോട്ടർമാർക്കിടയിൽ, പ്രത്യേകിച്ച് മധ്യവർഗത്തിനിടയിൽ തരൂരിനുള്ള സ്വാധീനം ഹൈക്കമാൻഡ് ഗൗരവമായി കാണുന്നുണ്ട്. കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് പ്രതിനിധികൾ ഉടൻ തിരുവനന്തപുരത്തെത്തും. ഓരോ MLA-മാരുമായും വ്യക്തിപരമായി സംസാരിച്ച് അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തും. ഇതിനു പുറമെ സംസ്ഥാനത്തു നിന്നുള്ള MP-മാരുടെ അഭിപ്രായം, ഘടകകക്ഷി നേതാക്കളായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിയവരുടെ നിലപാടും തേടും. ഇത്തവണ കേവല ഭൂരിപക്ഷം മാത്രമല്ല, 100-ലധികം സീറ്റുകൾ ലഭിച്ചതിനാൽ ഭരണത്തിൽ വലിയൊരു ഉത്തരവാദിത്തമാണ് UDF-നുള്ളത്. LDF സർക്കാർ വരുത്തിവെച്ച സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനും ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കാനും പ്രാപ്തിയുള്ള ഒരാളെയാകും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും നിശ്ചയിക്കുക. പുതിയ മുഖ്യമന്ത്രി ആരായാലും അദ്ദേഹത്തിന് മുന്നിൽ വലിയ വെല്ലുവിളികളുണ്ട്. കേരളത്തിന്റെ കടക്കണിയിൽ നിന്ന് സംസ്ഥാനത്തെ കരകയറ്റുക, കേരള പോലുള്ള പദ്ധതികൾ ഉണ്ടായ ജനരോഷം തണുപ്പിക്കുകയും പരിസ്ഥിതി സൗഹൃദ വികസനം നടപ്പിലാക്കുകയും ചെയ്യുക, ഘടകകക്ഷികളെ കൃത്യമായി പരിഗണിച്ചുകൊണ്ട് മുന്നണിയിലെ ഐക്യം നിലനിർത്തുക. കഴിഞ്ഞ സർക്കാരിനെതിരെയുള്ള പ്രധാന ആയുധം അഴിമതിയായിരുന്നു. അതിനാൽ തന്നെ പൂർണ്ണമായും സുതാര്യമായ ഒരു ഭരണം കാഴ്ചവെക്കേണ്ടതുണ്ട്. കേരളം മാറ്റത്തിന് വോട്ട് ചെയ്തു കഴിഞ്ഞു. ഇനി ആ മാറ്റത്തെ നയിക്കാൻ ഒരു കരുത്തനായ അമരക്കാരനെയാണ് ആവശ്യം. VD സതീശന്റെ പോരാട്ട വീര്യമോ, രമേശ് ചെന്നിത്തലയുടെ അനുഭവ സമ്പത്തോ, KC വേണുഗോപാലിന്റെ ഹൈക്കമാൻഡ് സ്വാധീനമോ, ഇതിലേതാണ് കേരളത്തിന് അനുയോജ്യമെന്ന് വരും ദിവസങ്ങളിൽ അറിയാം. പാരമ്പര്യം മുറുകെ പിടിക്കണമോ അതോ പുതിയൊരു പരീക്ഷണത്തിന് തയ്യാറാകണമോ എന്ന കടുത്ത ചോദ്യത്തിന് ഡൽഹിയിൽ നിന്നും ഉടൻ ഉത്തരമുണ്ടാകും. ഏതായാലും വരാനിരിക്കുന്ന 5 വർഷം കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങളുടെ കാലമായിരിക്കും. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പുതിയൊരു അധികാര കേന്ദ്രത്തിന്റെ ഉദയത്തിനാണ് ഈ മുഖ്യമന്ത്രി പ്രഖ്യാപനം വഴിയൊരുക്കുക.